അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ചാണ്. ദേശീയ ഉദ്യാനങ്ങൾ നമ്മൾ സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സെക്കൻഡ് ലാർജസ്റ്റ് നാഷണൽ പാർക്ക് ഓഫ് കേരള. ആൻസർ സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അതുപോലെ തന്നെ സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ് അറ്റ് പാലക്കാട് ഡിസ്ട്രിക്റ്റ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സൈലന്റ് വാലി ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇതുവല്ല, സൈലന്റ് വാലി മഹാഭാരതത്തിൽ അറിയപ്പെടുന്നത് സൈരന്ധ്രി വനം. സൈരന്ധ്രി വനം എന്നാണ് മഹാഭാരതത്തിൽ അറിയപ്പെടുന്നത്. സൈലന്റ് വാലി ഈസ് നോൺ ആസ് സൈരന്ധ്രി വനം ഇൻ മഹാഭാരത. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്നു സൈലന്റ് വാലി. അതുപോലെ തന്നെ സൈലന്റ് വാലിയിലെ സംരക്ഷണ മൃഗങ്ങളാണ് പ്രൊട്ടക്റ്റിംഗ് അനിമൽ ഓഫ് സൈലന്റ് വാലി ഏതാണ്? സിംഹവാലൻ കുരങ്ങുകളാണ്. സിംഹവാലൻ കുരങ്ങുകളാണ് സൈലന്റ് വാലിയിലെ സംരക്ഷണ മൃഗം. അതുപോലെ തന്നെ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആരാണെന്ന് അറിയാമോ? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി വാസ് ഡിക്ലെയർഡ് ബൈ സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി ഡിക്ലെയർഡ് സൈലന്റ് വാലി ആസ് നാഷണൽ പാർക്ക് ഓൺ 1984 കേട്ടോ. ഇന്ദിരാഗാന്ധി ഡിക്ലെയർഡ് സൈലന്റ് വാലി ആസ് നാഷണൽ പാർക്ക് ഓൺ 1984. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി ആര് പ്രഖ്യാപിച്ചു? ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുകയുണ്ടായി. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധി. എന്നാണെന്ന് അറിയാമോ? 1985 സൈലന്റ് വാലി നാഷണൽ പാർക്ക് വാസ് ഇനാഗുറേറ്റഡ് ബൈ രാജീവ് ഗാന്ധി ഓൺ 1985. 1985 രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ സൈലന്റ് വാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. ദ റിവർ ഫ്ലോയിങ് ത്രൂ സൈലന്റ് വാലി. ആൻസർ എന്താണ്? കുന്തിപ്പുഴ. സൈലന്റ് വാലി ഉത്ഭവിക്കുന്നത് ഏതാണ്? തൂതപ്പുഴ. വിച്ച് റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം സൈലന്റ് വാലി? ആൻസർ എന്താണ്? തൂതപ്പുഴ. അതായത് സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ കുന്തിപ്പുഴയും, സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഏതാണ്? തൂതപ്പുഴയുമാണ്. അപ്പോൾ നമ്മൾ സൈലന്റ് വാലിയെ കുറിച്ച് പറഞ്ഞു. നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ദേശീയോദ്യാനങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. അന്നേരം ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നിന്നുപോയി. അതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ സൈലന്റ് വാലിയെ കുറിച്ച് പറഞ്ഞത്. ഇല്ല, ഈ സൈലന്റ് വാലിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുമായിരുന്നു കേട്ടോ. 1-2 ദിവസത്തോടെ പറഞ്ഞുതരാം. കേരളത്തിലെ പക്ഷിഗ്രാമം എവിടെയാണ്? നൂറനാട്. എവിടെയാണ്? ആലപ്പുഴ. പക്ഷിഗ്രാമം നൂറനാട്, ആലപ്പുഴ. പക്ഷിപ്പാതാളം എവിടെയാണ്? വയനാട്. പക്ഷിപ്പാതാളം വയനാട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക താറാവ് വളർത്തൽ കേന്ദ്രം എവിടെയാണ്? നിരണം, പത്തനംതിട്ട. നിരണം എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. അത് പക്ഷി സങ്കേതങ്ങളൊക്കെ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നിർത്തുകയാണ്. വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക.